മനസ്സിലാകൂ. ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് കാണും. നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലേക്ക് ഒരു 100 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങുന്നത് അതുണ്ടാക്കുന്ന ഗുജറാത്തിൽ പോയിട്ടല്ല, അമേരിക്കയിൽ പോയിട്ടല്ല, മനസ്സിലാണോ? അല്ലല്ലോ. നമ്മൾ വാങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വീടിന്റെ തൊട്ട് മുന്നത്തെ കടയിൽ നിന്നാണ് അല്ലേ? അയാള് നമ്മൾ 100-നാ വാങ്ങിയത്, അയാൾ 100-നാവോ വാങ്ങിയത്? അല്ല, അയാൾ വാങ്ങിയത് എത്രയാവാ? 90-നാവാ അല്ലെ? അയാൾ അത് വാങ്ങിയത് അദ്ദേഹത്തിന്റെ നാട്ടിലെ ഹോൾസെയിൽ ഷോപ്പിൽ നിന്നായിരിക്കും അല്ലെ? ആ ഹോൾസെയിലുകാരൻ വാങ്ങിയത് 90-നായിരിക്കോ? അല്ല, അയാൾ വാങ്ങിയത് 80-നാവാ. അങ്ങനെ പോകുമ്പോ ഓരോരുത്തരും 10ഉം 5ഉമായിട്ട് പല ഡിഫറെന്റ് സംഖ്യയിലാണ് ആ ഉൽപ്പന്നം മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഈ ഭൂമിയിലേക്ക് ഇറക്കുന്നത്. ഏകദേശം 40 രൂപ ബേസിലാണ് അത് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയത് 40 രൂപയുടെ സാധനം എത്ര രൂപയ്ക്കാണ്? 100-നാണ്. എത്ര രൂപ കൂടി? 60%. സ്വർണ്ണോ. ഇതാണ് ഏത് ട്രഡീഷണൽ ബിസിനസ്. അവിടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്താണ്? ഇടത്തട്ടുകാരായിട്ടുള്ള ആളുകൾ, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, CNF ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസി, നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, ഈ ഇടത്തട്ടുകാരെ മുഴുവൻ മാറ്റിയിട്ട് ഉൽപ്പന്നം നേരെ എവിടെ പോയി വാങ്ങാം? മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്ന് നമ്മൾ ഉൽപ്പന്നം കൈപ്പറ്റാം. അപ്പൊ എത്ര രൂപക്ക് കൈക്കൊരു സാധനം കിട്ടും? 40 രൂപക്ക്. സ്വർണ്ണം. ഈ 40 രൂപക്ക് കിട്ടിയ സാധനം നമ്മളാണ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് 100% എന്ന് പറയുന്ന MRPക്ക് കൊടുക്കുന്നത്. കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് എത്ര രൂപക്ക് സാധ്യതയുണ്ട്? തിരിച്ച് റിട്ടേൺ ആയിട്ട് എത്ര രൂപക്ക് സാധ്യതയുണ്ട്? 60% സാധ്യതയുണ്ട്. ഇതാണ് ഏകദേശം എന്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഇതാണ് പിക്ചർ. ട്രഡീഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, നാഷണൽ ടീം കോർഡിനേറ്റർ, സോണൽ ടീം കോർഡിനേറ്റർ, പേര് അങ്ങോട്ട് മാറ്റമായി, സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ അല്ല, സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ, ഡിസ്ട്രിക്ട് ടീം കോർഡിനേറ്റർ. ഇതാണ് നമ്മൾ വരുന്നത്. ഈ ഇടത്തട്ടുകാരെ കൈമാറിയിട്ടാണ് ലാസ്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന കൺസ്യൂമർക്ക് സാധനം കിട്ടുന്നത്. എങ്കിൽ ഈ ഇടത്തട്ടുകാരെ മുഴുവനായിട്ട് മാറ്റുമ്പോൾ 60% തൊട്ട് 40% തൊട്ട് 60 വരെ അവിടെ ക്യാഷ് പിടിക്കപ്പെടുന്നുണ്ട്. ആ ക്യാഷ് വർക്ക് ചെയ്യുന്ന ഡയറക്ട് സെല്ലേഴ്സിന് തത്തുല്യമായി ഒരു നിയമസംഹിതയിൽ റീഡിസ്ട്രിബ്യൂഷൻ നടക്കുന്ന പ്രോജക്റ്റിനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് വിളിക്കുക. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. നല്ല രീതിയിൽ ഓക്കെ. അങ്ങനെ വന്നാൽ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ശരിക്കും എത്ര പവർഫുൾ ആണ് നമ്മൾ ശരിക്കും ചിന്തിക്കുക. ഇതൊക്കെ ഞാൻ കുറെ കണ്ട്, ഇത് ഞാൻ കുറെ കേട്ട്,